അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ 1 കിലോ ക്യാരറ്റ് അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ആ ക്യാരറ്റിൻ്റെ തൊലിയെല്ലാം പീൽ ചെയ്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലത്തെ ഗ്രേറ്ററിൻ്റെ വലിയ ഹോളിൽ കൂടെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാരറ്റ് എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തു. നിങ്ങൾ ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നതെങ്കിൽ എടുക്കുന്ന അളവുകളെല്ലാം 1 കിലോ ക്യാരറ്റിൻ്റെ അളവിനാണ് കാണിക്കുന്നത്. അപ്പോൾ 1/2 കിലോ ക്യാരറ്റിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ പകുതി എടുത്താൽ മതിയായിരിക്കും. ഇനി ഒരു കടായി എടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിൻ്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ നെയ്യ് വരെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കടലമാവ് അരിച്ചിട്ട് വേണം എടുക്കാൻ. ഇതിൻ്റെ പച്ച മണമൊക്കെ മാറി നല്ലൊരു നിറം വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കടലമാവിൻ്റെ പച്ച ചുവക്കെ മാറി നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ലൊരു നിറമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. കടലമാവ് ചൂട് മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതേ കടായിൽ തന്നെ വീണ്ടും ഒരു 1-1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ നെയ്യ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ കുറച്ച് നെയ്യ് എടുത്തിട്ടുള്ളൂ. ക്യാരറ്റ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ക്യാരറ്റ് നല്ലോണം വാടി സോഫ്റ്റായി കിട്ടണം. അപ്പം നെയ്യ് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നെയ്യിൽ തന്നെ ചെയ്തിട്ടെടുക്കാം. ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് വഴന്ന് വരണം. ഒരു 3-4 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഒരുപാടങ്ങ് വെന്ത് ക്യാരറ്റ് കുഴഞ്ഞു പോകരുത്. ചെറുതായിട്ട് നമുക്ക് കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടണം. ആ ഒരു പരുവത്തിനാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കടലമാവ് കുറച്ചായിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം വലിയ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കടലമാവ് അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചായിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഒരുമിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ കട്ട കെട്ടിപ്പോവും. ആദ്യമേ അരിച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തതിന് ശേഷം കടലമാവ് അരിച്ചെടുക്കുകയോ ചെയ്യുക. കടലമാവും കൂടെ ചേർത്ത് കൊടുത്ത് ചെയ്യുമ്പോൾ നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ്. റോസ്റ്റ് ചെയ്തിട്ട് മാത്രമേ കടലമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ, അല്ലെങ്കിൽ ഒരു പച്ച ചുവ ഉണ്ടാവും. നന്നായിട്ട് ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും എന്തെങ്കിലും ഫങ്ഷനൊക്കെ നടക്കുന്ന സമയത്തൊക്കെ നമുക്കിത് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മുഴുവൻ കടലമാവും ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളപ്പിച്ചാറിയ പാലാണ്. ആദ്യം 1 കപ്പ് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അടുത്ത 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരുമിച്ചും പാൽ ഒഴിക്കരുത്. നമ്മളിതിൽ കടലപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് കട്ട കെട്ടും. നന്നായിട്ട് ഇതുപോലെ സ്പാച്ചിൽ വെച്ച് ഉടച്ച് ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ 1 കപ്പ് പാലും കൂടി ഒഴിച്ചു. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ കടലപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകി സെറ്റായി വരും. കട്ടകളെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് വിട്ട് കൊടുക്കുക. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ
പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര എടുക്കാവുന്നതാണ്. മധുരം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് എടുക്കാം. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര എടുക്കാം. നമ്മൾ ക്യാരറ്റ് 1 കിലോ ക്യാരറ്റല്ലേ എടുത്തിട്ടുള്ളത്, അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടി വരും. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ലൂസായി വരും. മധുരമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് കൂടി പോവരുത്, നമ്മൾ 2 നുള്ള് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കാപ്പൊടി ആണ്. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ തൊണ്ട് മാറ്റിയിട്ട് സീഡ് മാത്രം തല്ലി ചതച്ചെടുത്തിട്ടുള്ള 1/2 ടീസ്പൂൺ ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും കൂട്ടി ചേർത്ത് ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഒന്ന് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി കുറച്ച് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. 1/2 കപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് തേങ്ങ ചിരകിയത് വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നട്ട്സ് എന്തെങ്കിലും പൊടിച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കശുവണ്ടി പരിപ്പ്, ഒരു 4-5 കശുവണ്ടി പരിപ്പ്, ഒരു 4-5 ബദാമും ഇടിയിൽ വെച്ചിട്ട് ഒന്ന് തല്ലി പൊട്ടിച്ച് എടുത്തിട്ടുള്ളതാണ്. അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് കടായിൽ നിന്ന് നമുക്ക് വിട്ടിടണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നല്ല സ്മൂത്തായിട്ട് പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. നെയ്യും കൂടി ചേർത്ത് കൊടുത്തപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഇളക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. കടായിൽ നിന്ന് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ബോള് പോലെ ഇതുപോലെ ഉരുണ്ട് വരണം. കടായിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ ഒന്ന് ഉരുണ്ട് വരണം. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇതിപ്പോൾ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടായിൽ നിന്ന് ഒട്ടിപ്പിടിക്കാതെ ബോള് പോലെ ഉരുണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ട്രെയിലാണ്. അപ്പോൾ നിങ്ങൾ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നെയ്യൊന്ന് ബ്രഷ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നട്ട്സ് പൊടിച്ച് ഇതുപോലെ വിതറി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പിസ്തയാണ് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ച് വിതറി ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം ആ ചൂടോടുകൂടി തന്നെ ഇതങ്ങ് ഈ ട്രെയിലേക്ക് അങ്ങ് മാറ്റാം. എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഒരേപോലെ ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ എല്ലാം ഒരേപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ല ചൂടാണ്. ഇതിൻ്റെ ചൂട് നല്ലപോലെ ഒന്ന് മാറണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചൂട് നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ദാ കട്ട് ചെയ്തെടുത്തു. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കട്ടയിൽ നിന്നും ഒരു പീസ് അങ്ങ് എടുക്കാം. ഇതാ കണ്ടില്ലേ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ക്യാരറ്റൊക്കെ വില കുറവുള്ള സമയത്ത് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാം. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാകും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ക്യാരറ്റ് വെച്ച് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്